സൈനുദ്ദീൻ്റെ ഫോൺ. സാറേ സിദ്ദീഖിനെ ലാലിനെ പോലീസ് പിടിച്ച്. ഇതെന്താണ്? വാഴക്കൊല. ഇതെവിടുന്നാണ്? അത് മിമിക്രി കഴിഞ്ഞ് കിട്ടിയത്. മിമിക്രി കഴിഞ്ഞിട്ട് കിട്ടുന്ന വാഴക്കൊലയാ. കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ ജനം സൂപ്പർ സ്റ്റാർസ് ഇറങ്ങണ മാതിരിയാണ് ടെമ്പോ ഒന്ന് വേർത്തൊലിച്ച് ഇറങ്ങണത് നമ്മള്. അന്ന് പെട്രോളിന് 9 രൂപ പറ്റേ ഉള്ളൂ. ബാക്കി സിനിമക്ക് 300 പൈസയാണ്. എൻ്റെ കൂടെ ഒരാളും കൂടെ ഇറങ്ങി ടെമ്പോ ജുബേക്ക് വെച്ചത് ഓടി ചേറാമ്. ഞാൻ പറഞ്ഞു നീ എന്താ ഇവിടെ ഇറങ്ങണ? ഇല്ല എനിക്ക് മമ്മൂട്ടിനോടൊരു ഫോട്ടോ എടുക്കണം പ്ലീസ്. സുരേഷ് ഗോപിയാണെങ്കിൽ അദ്ദേഹം സഹായിക്കുന്ന പോലെ ആരെങ്കിലും സഹായിക്കുമോ? ഒന്ന് ഇത്ര പേരാണ്. കുറെ കാലം ഞാൻ ശ്രീ മമ്മൂട്ടിയായിട്ടുള്ള സൗഹൃദം ഇത്തിരി ഒന്ന് മങ്ങല് വെക്കാൻ കാരണം ഉണ്ടായ ഒരു കാരണം അതാണ്. ആ സ്ഥലത്ത് നിന്ന് മിമിക്രിയിലൂടെ വന്നു, മോണാക്കിലൂടെ സംസ്ഥാന കലോത്സവങ്ങളിൽ തിളങ്ങുന്ന ഒരാളായിട്ട് ഒരു താരമായി മാറി. അരവിന്ദന്റെ പോക്കോയിലേക്ക് ക്ഷണിക്കപ്പെട്ടു, നല്ലൊരു സിനിമ ചെയ്തു. ആ ഒരു സമയത്താണ് കലാഭവൻ എന്ന് പറയുന്ന വലിയ ഒരു തണലിലേക്ക് ആവേരച്ചന്റെ തണലിലേക്ക് ശരിക്കും തണൽ വിളിക്കപ്പെടുന്നത്. എനിക്കൊന്ന് അൻസാറാണ് ആദ്യമായി അല്ലെ അതിന് തുടക്കക്കാരൻ എന്നതൊക്കെ വരുന്നത്. എങ്ങനെയായിരുന്നു അച്ഛനുമായിട്ടുള്ള സൗഹൃദം? അതായത് അവിടെ എൻ്റെ ഒരു കസിൻ, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, കസിൻ സിസ്റ്ററാണ് മുംതാസ് എന്ന് പറയും. മുംതാസ് അത് അവിടെ വയലിൻ പഠിക്കുമായിരുന്നു. അപ്പം ഞാൻ അന്ന് വീട്ടിൽ ഈ സുധീറിനെയും പ്രേംനസീറിനെയൊക്കെ കാണിച്ച് നടക്കുന്ന കാലം വീട്ടിൽ കാണിക്കും. ചുമ്മാ സുധീറില്ലേ പണ്ടത്തെ നടൻ ആയിരുന്നല്ലോ, പുള്ളിയുടെ സംസാരം ഓർമ്മയുണ്ടോ? ഇപ്പം എനിക്ക് പറഞ്ഞാൽ അത് കിട്ടൂല. ഉർവശി പാടിയതിലോ ഡയലോഗുണ്ട്, ഗരുക്കുട്ടി പേടിക്കണ്ട, തേങ്ങ വീണാണ്, എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഏകദേശം ഇതുപോലെ ഇപ്പൊ കറക്റ്റ് കിട്ടൂല എനിക്ക്. അന്ന് സുധീറിനെയൊക്കെ വീട്ടിൽ വെച്ച് കാണിക്കും. അപ്പൊ മംതസ്താത്ത പറയും, ഇവിടെ കലാമണിൽ പോകുമ്പോൾ അച്ഛനോട് പറയും, എൻ്റെ ഒരു കസിനുണ്ട് സിനിമാ നടന്മാരെയൊക്കെ കാണിക്കും, സുധീറിനെയൊക്കെ കാണിക്കും. അപ്പം അച്ഛൻ ആരാ ഈ സുധീർ? അച്ഛൻ ആരെയും അറിയില്ല. ജഗദീഷ് ശ്രീകുമാർ ഡബ്ബിങ്ങിന് വന്നപ്പേ അതാരാ മുകളിലേക്ക് കയറി പോണേ, പുറകിൽ കുറേ ആൾക്കാരും അത് കിടപ്പോൾ അതാരാണ് മുകളിൽ. അപ്പോൾ അയ്യോ അത് ജഗദീശ്മാർ വിളിയുമാണ്, ജഗദീശ്മാർ നമസ്കാരം വെച്ചോ ജഗദീശ്മാർ വന്ന്. ആരാ മനസ്സിലായില്ല എനിക്ക്. ജഗതി അന്തം വിടും, ഇത്രയും വലിയ കലാസ്ഥാപനം നടത്തുന്ന ആൾക്ക് ജഗതി അറിയില്ലേ. അച്ഛൻ കലാഭവനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയും പ്രാർത്ഥനയും ആ ലെവലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ കലാകാരന്മാർ. മിമിക്സ് എന്റെ സിനിമകളൊക്കെ എന്റെ അനുഭവങ്ങളാണ്. അങ്ങനെ അതെ ഇന്നസെന്റ് അന്ന് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ്. മോണക്കിൽ ഫസ്റ്റ് കിട്ടുകയും മംതസ്താത്ത പറഞ്ഞ് ഇങ്ങനെ കാണിക്കുക, അയാളോടൊന്ന് വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ പോയി കുറേ നടന്മാരെയൊക്കെ കാണിച്ചു. അപ്പം അച്ഛനെ ആരെയും അറിയില്ല. ഈ ജഗതിനെ നേരിട്ട് കണ്ടിട്ട് അറിയാത്ത ആൾക്ക് ഞാൻ കാണിക്കുന്ന ആൾക്കാർ വല്ലതും അറിയാവോ? അപ്പോൾ താനൊരു കാര്യം ചെയ്യും, ഇവിടെ പരിപാടിക്ക് പോകും, അടുത്ത ഞായറാഴ്ച ഒരു പരിപാടിയുണ്ട് ചാലക്കുടി കലാ ഓഡിറ്റോറിയത്തിൽ, അവിടെ പരിപാടിക്ക് പോകും. എന്നിട്ട് കയ്യടിയൊക്കെ കിട്ടിയാൽ തനിക്ക് അടുത്ത പരിപാടി ചങ്ങനാശ്ശേരിയിൽ ഉണ്ട്, അതിന് പോയാൽ ഞാൻ 40 രൂപ തനിക്ക് ഫിക്സ് ചെയ്യും, അത് തരും എന്ന് പറഞ്ഞു. 40 രൂപയെ? അന്ന് പെട്രോളിന് 9 രൂപ പറ്റേ ഉള്ളൂ. ബാക്കി സിനിമക്ക് 300 പൈസയാണ്, കവിതയിൽ 3 രൂപ. അപ്പം പിന്നെയും ബാക്കി കാശ് കിടക്കണം 40 രൂപ എന്ന് പറഞ്ഞാൽ. ഞാനങ്ങനെ ചാലക്കുടി പോയി കയ്യടി കിട്ടിയാലേ പരിപാടി കിട്ടുള്ളൂ. അന്ന് തമിഴ് പാട്ട് പറഞ്ഞ ജോണി, മലയാളം പാട്ട് പറഞ്ഞ ഇബ്രാഹിം, മോഹൻ ഹിന്ദി പാട്ട് പറഞ്ഞ ഇവരൊക്കെയാണ്. ഇവരൊക്കെ ഭയങ്കര സൂപ്പർ സ്റ്റാർസാണ്. അവരെ പേര് കേട്ട കയ്യടിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെക്കൻ കയറി മിമിക്രി കാണിക്കുന്നത്. ദൈവഭാഗ്യം കൊണ്ട് മിമിക്രിയിൽ കുറച്ച് കളി കളിച്ചിട്ടുള്ളത് കൊണ്ട് ഭയങ്കര കയ്യടിയും. വന്ന് ചട്ടക്കാരിയിലെ മോഹനെയൊക്കെ കാണിക്കും. എനിക്ക് നല്ലൊരു കാര്യം പറയാനുണ്ടായിരുന്നു മോഹൻ, അങ്ങനത്തെ ഡയലോഗൊക്കെ പറഞ്ഞു. പിന്നെ മാളച്ചേട്ടൻ ഇവരെയൊക്കെ കാണിച്ച് ഭയങ്കര കയ്യടി വാങ്ങി. ശിവാജിയുടെ ജനം അതുകൊണ്ട് ചിരിയൊക്കെ ചിരിച്ച് ആൾക്കാരൊക്കെ കയ്യിലെടുത്ത് കയ്യടിയൊക്കെ ഇട്ട്. അന്ന് കാശൊന്നും തന്നില്ല അച്ഛൻ. കയ്യടി വാങ്ങിയാലേ അടുത്ത പരിപാടിക്ക് കാശ് കൊടുക്കുള്ളൂ. പിറ്റേ ശനിയാഴ്ചയുള്ള പരിപാടിയാണ് ചങ്ങനാശ്ശേരിയിൽ ഒരു വലിയ പള്ളിയിൽ പരിപാടി. അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സിനിമാ നടനെ ഞാൻ നേരിട്ട് കാണുകയാണ്. ആ സിനിമാ നടൻ ഇന്നാൾ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പേരാണ് ആലുമൂടൻ. നേരിട്ട് കാണുക. ആ ആലുമൂടനെ കേന്ദ്രീകൃതമാക്കി ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട്
ഒരു സിനിമ എഴുതാനും പറ്റി. കാസർഗോഡ് കാതർബായി. അങ്ങനെ കലാഭവൻ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ റഹ്മാൻ യൂണിവേഴ്സിറ്റിയിലെ പവനെ വിളിക്കുകയും സിദ്ദീഖിനെ വിളിക്കുകയും പിന്നെ പ്രസാദ്, അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേര് വരികയും ഒരുപാട് പേര് ആ നിരകളില് പിന്നെ സിദ്ദിഖ്, ലാല്, പ്രസാദ്, ജയറാം ഒരുപാട് പേര് കലാഭവൻ മണി എത്ര പേര് വന്നു, ഇനിയുണ്ട് ഒരുപാട് അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് അങ്ങനെ കലാഭവൻ ഇന്ന് ഇത്രയും ഭയങ്കര വളരുമെന്നും ഞങ്ങളൊക്കെ ഒരു മിംസ് പരേഡ് എന്ന് പറഞ്ഞൊരു കലാരൂപം തന്നെ കൊണ്ടുവന്ന ആൾക്കാരിൽ പെടും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും സംഭവിച്ചു പോയി. ഈ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കാലിക്കറ്റിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഒരു സിനിമയുടെ തുടക്കം മക്കൾ മഹാത്മ്യമാണെന്ന് തോന്നുന്നു. മക്കൾ മഹാത്മ്യത്തിന്റെ എഴുത്ത് എൻ്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോൾസൺ സംവിധാനം ചെയ്ത സിദ്ദിഖും ലാലും കൂടെ ആയിരുന്നല്ലോ അതിന്റെ സംവിധാനം, എഴുത്ത്, തിരക്കഥ. അപ്പം ഞാൻ സിദ്ദിഖിന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് ഈ സിനിമ വരുന്നത്. അന്ന് ടാഗോർ സെന്ററിനാളുടെ ഒരു പ്രോഗ്രാമിന് വരുന്ന അൻസാറിനെ റിസബാബ മുഖേന ഞാൻ പരിചയപ്പെടുന്നു. റിസബാബ നിങ്ങളുടെ നാട്ടുകാരനാണ്, കപ്പലൂക്കിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ തടിയമ്പാവക്കയുടെ മകൻ. അതല്ല, അതെല്ലാം ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഇതുപോലുള്ള ഒരു വലിയ സൗഹൃദമാണ് റിസയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിസ പരിചയപ്പെടുകയും ഞാനും ആ കാലത്ത് യൂണിവേഴ്സിറ്റി തലത്തിൽ മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് മിമിക്രിയിലുള്ള ഒരു താല്പര്യം, നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ട് അന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് അൻസാർ പരസ്പരം പരിചയപ്പെടുകയും റോബിൻ കൊച്ചിക്ക് വായോ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ മുറിയിൽ വന്നിട്ട് അൻസാറിനെ കാണാതെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഒരു നോൺ സ്റ്റോപ്പ് ഒരു ഡയലോഗ്, ഒരു മാനപ്പടക്കം പോലെ ഒരു സൈഡിൽ നിന്ന് ഒരു ഡയലോഗ് അവതരിപ്പിക്കാൻ ഞാനിങ്ങനെ അത് കേട്ട് അന്തം വിട്ട് ചിരിച്ച് ഇത് ഗംഭീരമാണ്. അപ്പം അൻസാർ പെട്ടെന്ന് റൂം തുറന്നു വരികയും ചെയ്തപ്പോൾ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ഇയാള് അത് ഗംഭീരം, അൻസാർ ഇത് കേട്ടില്ലേ? അത് ഗംഭീരം. ഇല്ല ഞാൻ കേട്ടിട്ടില്ല, ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അയാള് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും നിങ്ങൾ അത് വളരെ ഇംപ്രസ്ഡ് ആവുകയും എന്നോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് പറയൂ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ അൻസാറിനോട് പറഞ്ഞു, അൻസാറെ ഇത് പ്രോഗ്രാം ചെയ്യാൻ അൻസാറെ നല്ല കയ്യടി കിട്ടുമെന്ന് പറഞ്ഞു. അന്നാണ് അയാൾ ആദ്യമായിട്ട് ആ വൈകുന്നേരം ടാഗോർ സെന്ററിലാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. അസാമാന്യമായ കൈയടി അവിടെ വെച്ച് നേടി. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് വെച്ചിട്ട് അയാൾക്കൊരു സ്വീകരണം നൽകിയപ്പോൾ, അയാൾ വലിയ താരമായി, അയാൾക്കൊരു സ്വീകരണം നൽകിയപ്പോൾ അതേ വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഞാനത് അനുസ്മരിക്കുമ്പോൾ അയാൾ അത് ഓർത്ത് അവിടെ പറയുകയും ചെയ്തു. അയാളുടെ പേരാണ് കലാഭവൻ മണി. എനിക്ക് മനസ്സിലായി. എനിക്ക് ആ സംഭവം ഓർമ്മയില്ല കേട്ടോ. ടാഗോറിൽ വെച്ച് ഇഞ്ചകലക്കിയ പുഞ്ചകല അന്ന് അൻസാർ ഈ കയറി വരുമ്പോൾ, അതാണ് ഞാൻ ആദ്യം ഡയറക്ട് ചെയ്ത സിനിമ കിരീടമില്ലാത്ത അയക്കന്മാരിലെ സൂപ്പർ ഫാസ്റ്റ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കലാഭവൻ മണിയെ പോലൊരാള്, ജയറാമിനെ പോലൊരാള്, അല്ലെ, സിദ്ദിഖുലാലുമായിട്ടുള്ള ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണ്. നേരത്തെ സ്കൂട്ടറിൽ കയറിയ ആളുകളെ പറഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് ജയറാമിനെ എന്റെ സ്കൂട്ടറിന്റെ പുറകിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ജയറാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നോട് പറഞ്ഞ്, മമ്മൂക്കാടോട് ഒരു ഫോട്ടോ ഇടണം. അന്ന് മമ്മൂക്കാന്നല്ല, മമ്മൂട്ടി എന്നാ പറയണം. മമ്മൂട്ടിയോട് ഒരു ഫോട്ടോ ഇടണം പ്ലീസ്. അപ്പം ഞാൻ ടെമ്പോയിൽ തിരുവനന്തപുരത്ത് പരിപാടിയും കഴിഞ്ഞ് പറഞ്ഞ വഴിക്ക് ഞാനും സിദ്ദീഖ്, ലാൽ, നമ്മളെല്ലാവരും ഉണ്ട്, സൈനുദ്ദീനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂട്ടി ഇപ്പോൾ കൊച്ചിയിലുണ്ട്, പുള്ളി ഏതോ സിനിമ പടയോട്ടത്തിൻ്റെ ഷൂട്ടിങ്ങിനാണ്, ആ സമയത്തായിട്ടാണ് തോന്നുന്നു, പോകാൻ വേണ്ടി ഇരിക്കണം, നാളെ കാലത്ത് ഞാൻ അങ്ങോട്ടേ വിടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തോമ്പടിക്ക ഇറങ്ങി. വെളുപ്പാങ്കാലത്ത് തിരുവനന്തപുരത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് വരും. അപ്പോൾ കൊണ്ട് എൻ്റെ കൂടെ ഒരാളും കൂടെ ഇറങ്ങട്ടെ പോകുന്നത്, ജുബേക്ക് വെച്ചത്, അവിടെ ജയറാമ്. ഞാൻ പറഞ്ഞു, നീ എന്താ ഇവിടെ ഇറങ്ങണം? ഇല്ല, എനിക്ക് മമ്മൂട്ടിയോട് ഒരു ഫോട്ടോ എടുക്കണം പ്ലീസ്. ഈ അടുത്ത് ജയറാം അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുമ്പ് കണ്ടു ഞാനത്, സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു, ആ വാന്ന് പറയാം. എൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് ആ സ്കൂട്ടറിലാണ് ജയറാമിനെ കയറ്റി കൊണ്ടുപോയി മമ്മൂട്ടി വീട്ടിൽ പോയി. അതേ സ്കൂട്ടർ. അപ്പൊ അതിൽ കയറിയ ആൾക്കാർ കൂടുതൽ യാത്രയുള്ള റോബിനാണ്. അങ്ങനെ ഞങ്ങളൊരു സിനിമ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ആ സ്കൂട്ടറിൽ പോകുമ്പോഴുള്ള കഥയിൽ ഓരോ സാധനങ്ങൾ ഞാൻ പറയും, റോബിന് പറഞ്ഞിട്ട് ചിരിക്കും. അങ്ങനെ അതിൽ ആദ്യം മമ്മൂട്ടി കയറി കിടന്നു, രിസബാവ, റോബിൻ, ജയറാം, സിദ്ദീഖ്, ലാല്, സൈനുദ്ദീൻ. ശരിയാണ് കേട്ടോ, അത് ഞാൻ ഇപ്പോഴാണ് ഓർമ്മ. ഇത്രയും ആൾക്കാർ ആ സ്കൂട്ടറിൽ കയറി, ഫർഗീസ്, ഇത്രയും പേര് ആ സ്കൂട്ടറിൽ കയറിയിട്ടുണ്ട്. അയ്യോ, ആ സ്കൂട്ടർ കൊടുക്കാൻ പാടില്ലായിരുന്നു, നാളെ കൊടുത്തുപോയി. ആരെങ്കിലും കയറി ഇപ്പൊ വലിയ ആളുകളായിട്ട് കാര്യമില്ല കേട്ടോ, അവരറിയുന്നില്ല. ദൈവത്തിന്റെ ഇന്ന് മാത്രമാണ്, നല്ലതും ചീത്തയൊക്കെ ദൈവത്തിന്റെ ഇന്ന് മാത്രമാണ്, സ്കൂട്ടറിൽ നിന്നൊന്നും അല്ല. നമ്മൾ ആ സ്കൂട്ടറിൽ കയറിയിട്ട് ഞാൻ അൻസാർ ഈ കലാഭവൻ മണിയെ ആദ്യമായി കാണുന്ന ആ ദിവസം, അത് അൻസാറിനെ ക്ഷണിക്കുകയാണ് ഇങ്ങോട്ട്. അൻസാറിനെ ക്ഷണിച്ചിട്ട് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് അൻസാറും ഞാനും കൂടെ അൻസാറിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഉമ്മ തരുന്ന ഭക്ഷണം, രുചികരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട്, സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട്
ഞാൻ അവിടെ താമസിച്ചുകൊണ്ട് നമ്മളൊരു കഥയുണ്ടാക്കുന്നു. സുരേഷ് ഗോപി നായകനായിട്ടൊരു കഥയുണ്ടാക്കുന്നു. രാജകീയം. ആ സിനിമ ഒരു തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാനത്തെ ഒരു കണ്ണിയായിട്ടുള്ള ഒരു രാജാവിന്റെ കഥ. ആ കഥ നമ്മൾ സുരേഷ് ഗോപി അല്ല, മമ്മൂക്കയ്ക്ക് വേണ്ടി പറയുന്നു. മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ പറയാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുന്ന ആ സമയത്ത് ഞാനൊരു ദിവസം വാതിലിങ്ങനെ തുറക്കുമ്പോൾ, ഒരു വെള്ളിയാഴ്ച വാതിലിങ്ങനെ തുറന്നിട്ട് ഡോർ തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. കോൺഗ്രസ് പോലുള്ള ഒരു വണ്ടിയാണ്. നോക്കുമ്പോൾ മമ്മൂക്ക. ഞാൻ ഞെട്ടി. ടാറ്റ എസ്റ്റേറ്റ് ഞാൻ ഞെട്ടി. അതിന് മുമ്പ് കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ വെച്ചിട്ട് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് എന്നോട് എന്തായി അവനവിടെ ചോദിച്ചു, അൻസാർ എവിടെ? ഞാൻ പറഞ്ഞു അകത്തുണ്ട്, ഞാൻ വിളിക്കാൻ പറ, വൈകുന്നേരം അബാദിലേക്ക് വരാൻ പറ, കഥ പറയാൻ. അപ്പോഴേക്കും ഉമ്മ വന്നിട്ട് പറഞ്ഞു മമ്മൂട്ടി വന്നേക്കണോ പറയുമ്പോ അൻസാർ അന്നും ഒരു ഉടക്ക് മൂടിലാണ്. എന്തിനാണ് ഇങ്ങനെ ബഹളം കൂട്ടുന്നത് ഉമ്മ? അയാളെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് പോയി വൈകുന്നേരം നമ്മള് ഉച്ചയ്ക്ക് ശേഷം അബാദിൽ പോകുന്നു, കഥ പറയുന്നു. മമ്മൂട്ടിയുടെ വൈഫ് സുലു ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ ഭാര്യ വൈഫ് ആദ്യമായിട്ട് ഒരു കഥ കേൾക്കാൻ പോവുകയാണെന്ന്, ആദ്യമായിട്ട് കഥ കേൾക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇതാ ഫസ്റ്റ് കേൾക്കാൻ പോവുകയാണ്, അത് പ്രിവിലേജ് ആയിട്ട് എടുത്തോളണം. നമ്മൾ കഥ പറഞ്ഞ ശേഷം സുലു പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ ഇതുവരെ കേട്ടില്ല ഏറ്റവും നല്ല കവിത പാബ്ലോ നെരൂദയുടെ കവിത ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഗിരിനിരകളിൽ നിന്നും സൗഖ്യം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും, നീല ശംഖ് പുഷ്പങ്ങൾ, വെള്ള ഹെയ്സൽ പുഷ്പങ്ങൾ, പൂക്കൂട നിറയെ സ്നേഹം, ചൂരൽക്കുട്ട നിറയെ ഉമ്മകൾ. ഞാൻ ഈ കവിത ആദ്യമായിട്ട് കേൾക്കുന്നത് റോബിനിലൂടെയാണ്. എന്നിട്ട് മമ്മൂക്കയുടെ വൈഫ് അത് കവിത നല്ല രസമുണ്ട് ആ കവിത എന്ന് പറയുകയും അൻസാറ് അപ്പം ഞാൻ എന്നിട്ട് ഇത് തിരക്കഥ വായിച്ചപ്പോ മമ്മൂക്കയുടെ ശബ്ദത്തിൽ വായിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് ചൂടായി. എന്റെ ശബ്ദത്തിൽ എന്നിട്ട് അൻസാർ ചൂടായിട്ട് ഇറങ്ങിപ്പോയി. അൻസാർ ഉടക്കി. അതൊക്കെ പിന്നീട് വലിയ എന്റെ ജീവിതത്തിനെ ബാധിച്ച പ്രശ്നങ്ങൾ. അൻസാർ ഉടക്കിയിട്ട് പുറത്തിറങ്ങിയിട്ട് വാതിലടച്ച് നിൽക്കുകയാണ്. അങ്ങോട്ട് പോകണം. ഞാൻ ഇറങ്ങിയിട്ട് അൻസാറിനെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴേക്കും അമീദ്ക്ക് അകത്ത് പോയപ്പോ അമീദ്ക്കോട് പറഞ്ഞു കുഴപ്പമില്ലടാ നന്നായിട്ടുണ്ട്. അപ്പൊ അമീദ് വന്നിട്ട് പറഞ്ഞു എടാ ചുമ്മാതാണ്, വെറുതെ പറഞ്ഞാണ്, രസമാക്കിയാ, പുള്ളി വെറുതെ ഇങ്ങനെ തമാശ ആക്കുന്നതാണ്. ഞാനും സത്യത്തിൽ കുറെ കാലം എന്നോട് ഇങ്ങനെ കാണുമ്പോൾ പറയും. അതുപോലെ തന്നെ കുറെ കാലം ഞാൻ ശ്രീ മമ്മൂട്ടിയായിട്ടുള്ള സൗഹൃദം ഇത്തിരി ഒന്ന് മങ്ങലേക്കാൻ കാരണമുണ്ടായ ഒരു കാരണം അതാണ്. കാരണം നമ്മൾ ഈ തിരക്കഥ വായിക്കാൻ പോയപ്പോൾ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയമായി. അല്ല, ഞാനിത് പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. അത് എൻ്റെ ഒരു സ്വകാര്യ ദുഃഖമായിട്ട് ഞാൻ മനസ്സിൽ വെച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം ആദ്യമായിട്ടാണ് റോബിനോട് പറയുന്നത്, റോബിനിലൂടെ ആളുകളോട് പറയുന്നത്. അതായത് ഞാൻ അതിനുശേഷം ഞാൻ സിനിമകൾ എഴുതി, മിംസ് പരേഡ്, കാസർഗോഡ് കാതർബായി, മഴവിൽ കൂടാരം, ഇങ്ങനെ ഒരുപാട് സിനിമകൾ എഴുതി ഹിറ്റായിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് വാരികകൾ വരുമല്ലോ. അങ്ങനെ വന്ന നാനാ വാരിക വേണു, ഞാൻ തുറന്ന പേര് തന്നെ പറയണം, അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ കുറേ അതെ ഇൻ്റർവ്യൂവിൽ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇതൊന്നും ഞാൻ എഴുതാനില്ല കേട്ടോ, മമ്മൂട്ടിയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണല്ലോ അങ്ങനെയാണൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ശുദ്ധഗതിക്ക് ഓപ്പണായിട്ട് പറയും, ഞാൻ എന്തോ ഓപ്പണായിട്ട് പറയും. അപ്പോൾ ഈ രാജകീയത്തിൻ്റെ സംഭവം നമ്മൾ വായിക്കാൻ ചെന്നപ്പോൾ പുള്ളി ടി വി കണ്ടുകൊണ്ടിരുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ടി വി ആണ്, ഒന്നിലെ ടി വി ആണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കുന്നത്, ഓർമ്മ ഉണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പുള്ളിയോട് കാഷ്വലായിട്ട് പറഞ്ഞ്, പുള്ളി അത് പൊടിപ്പും തൊങ്ങലും വെച്ചു ഭയങ്കര പ്രശ്നമായിട്ട് 6 പേജ് ഓർമ്മയുണ്ട് നാനാജി എന്ന് പറഞ്ഞിട്ടുള്ള ആ നാനയിൽ 6 പേജ് പുള്ളി എഴുതി അങ്ങോട്ട് പിടിപ്പിച്ച്. ഞാൻ മമ്മൂട്ടിനെ അങ്ങനെ ഏറ്റവും മോശമായിട്ട് പറഞ്ഞ രീതിയിൽ ഒരിക്കലും ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങേരെ പറ്റി എനിക്ക് ഒരിക്കലും മോശമായിട്ട് പറയാൻ പറ്റില്ല റോബിൻ. എനിക്കറിയാലോ, ജേർണലിസത്തിൻ്റെ അങ്ങേ അറ്റത്തെ പടുകുഴി എന്ന് പറയാം, അതാണ് പുള്ളി ചെയ്തത് എന്നോട്. ഞാൻ നമുക്ക് ഈ പ്രോഗ്രാം ഒരുപക്ഷെ കാണുമെന്ന് അറിയില്ല, ഈ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ. അതെ കേൾക്കുന്നുണ്ടെങ്കിൽ അന്ന് നടന്ന ആ സംഭവത്തിനെ തുടർന്ന് ഒരു പത്രപ്രവർത്തകന്റെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്തെന്നായിരിക്കാം, പക്ഷെ അതുണ്ടാക്കിയ പക്ഷേ ജോലി ചെയ്യേണ്ട അങ്ങനെ അല്ലല്ലോ, ഒരു കൺഫ്യൂഷൻ. മറ്റൊരുത്തനെ കൊന്നല്ല തിന്നേണ്ടത് അല്ലേ, മറ്റൊരാളുടെ കീഴിൽ ജോലി എടുത്തിട്ട് അയാൾ തരുന്ന ശമ്പളം വാങ്ങിച്ച് കഴിച്ച് നിങ്ങൾ ജീവിച്ചോ, അയാളെ കൊന്നു തിന്നുന്നത് എന്തിനാണ്? അപ്പം ഇപ്പം ഈ വേണു ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അറിയാവോ ജീവിച്ചിരിപ്പുണ്ടോ? പുള്ളിയാണ് ഇത് എഴുതി പിടിപ്പിച്ച് ഞാനിങ്ങനെ പറഞ്ഞു. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജേർണലിസത്തിന് ഇങ്ങനെ ഒരു വഴിയുണ്ടല്ലേ എന്ന്. അത് പക്ഷേ ആ ഒരു അത് നമുക്ക് വായിച്ചിട്ടുണ്ടോ പിന്നെ അത് പിണക്കം ഉണ്ടായി. അതിനുശേഷമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് എന്നോടൊരു അകൽച്ചയുണ്ടായി. എനിക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. കാരണം ഒരു സിനിമാ നടൻ അകന്നു പോയി എന്നുള്ളതിലല്ല,
എൻ്റെ ഒരു ഞാന് അല്ല അതിൻ്റെ കാരണം ഒന്ന് പറയാം. ഒരു സിനിമാ നടൻ ഒരു മെഗാസ്റ്റാർ എന്നിൽ നിന്നും അകന്നു പോയല്ലോ എന്നുള്ള ദുഃഖമല്ല. എനിക്കൊരു മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയാവുന്ന എൻ്റെ ഉമ്മാടെ ജ്യേഷ്ഠത്തിൻ്റെ മകനുണ്ടായിരുന്നു. വെല്ലിക്കാക്ക എന്ന് പറയുന്നു, മോഹസിൻ എന്ന് പറയും. പുള്ളി ഷിപ്പിൽ എഞ്ചിനീയർ ആയിരുന്നു. ഒരു അപകടത്തിൽ കാല് തെറ്റി വീണു മരിച്ചു പോയ ആളാണ്. കടലിൽ വീണു മരിച്ചു പോയ ആളാണ്. ഞങ്ങളുടെ അന്ന് ഈ എല്ലാവരുടെയും ഒരു റോൾ മോഡലായിട്ടുള്ള മനുഷ്യനാണ്. പുള്ളിയുടെ വാപ്പയും ഉമ്മയും പോലും പുള്ളിയെ റെസ്പെക്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ശ്രീ മമ്മൂട്ടിയും. ഞാൻ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സംസാരത്തിനിടയിൽ ഞാൻ പറഞ്ഞു, ശരിക്കും വാപ്പയും ഉമ്മയും പറയാൻ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ പറഞ്ഞു ഉമ്മയൊന്നും അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യില്ലായിരുന്നു. പുള്ളി തുറന്ന് പറയുമല്ല, പുള്ളി ഉള്ളിലൊന്നും പുറത്ത് വേറെ ഇല്ല, എന്നെ പോലെ തന്നെ അങ്ങനെ പറയില്ല. അതിൽ അങ്ങനെ റെസ്പെക്റ്റ് ഒന്നും ഉമ്മാക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നിക്കാണും. അപ്പോൾ പറഞ്ഞു പുള്ളിയോട് റെസ്പെക്റ്റ് തോന്നും, ഉമ്മാക്കും വാപ്പാക്കും വരെ തോന്നും. എൻ്റെ ജ്യേഷ്ഠൻ വെല്ലിക്കാക്ക അങ്ങനെ ഇരുന്ന് വെല്ലിക്കാക്കനോട് വാപ്പാക്കും ഉമ്മാക്കും വരെ റെസ്പെക്റ്റാണ്. പുള്ളി പറയുന്നതിന് അപ്പുറം പുള്ളിയുടെ കാര്യം എന്ന് വെച്ചാലേ, ഞാൻ പിന്നീട് ഒരിക്കൽ ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാം. ഞാൻ അതിനിടയ്ക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയെ വെച്ചിട്ട് നായകനായിട്ട് സിനിമ എഴുതി. ആ സിനിമയിലെ ചെന്നൈ എയർപോർട്ടില്, മദ്രാസ് എയർപോർട്ടില് അദ്ദേഹം എയർപോർട്ടിൽ വന്നിട്ട് അദ്ദേഹത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങള് പുറത്ത് കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് റൺവേന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇമിഗ്രേഷനിൽ അതിൻ്റെ കൂടെ കൗണ്ടറിലൂടെ നടന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ നടപ്പത്തിന്റെ ഒരു ശബ്ദം ഉണ്ടല്ലോ, അൻസാർ അത് ഭംഗിയായിട്ട് നടന്ന് കാണിക്കും. ടപ് 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 താളമുണ്ട്. ആ താളത്തിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഏതൊരു വിദേശിയാണ്. അയാളിങ്ങനെ വളരെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുക ഈ മനുഷ്യൻ നടന്നു പോകുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും ആ ഒരാളെ ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് ഒരു കരിഷ്മ ഉണ്ടാക്കിയിട്ട് ഒരു ചുഴിയിലെന്ന വണ്ണം ഇങ്ങനെ കൊണ്ടുവരാനുള്ള, ഒന്നും പറയാതെ തന്നെ കൊണ്ടുവരാനുള്ള അസാമാന്യമായ ശക്തി വിശേഷം ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നിടത്തേക്ക് അദ്ദേഹം വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ പോത്തിപ്പാഴൊന്നുമില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കേ വേണ്ട. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും. നിങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ഒരു റൗണ്ടിലുള്ള ചുറ്റുമുള്ള ഒരു ചുഴി പോലെ ചുറ്റുള്ള അങ്ങനെ ഒരു പ്രത്യേകതരം കണ്ണാണ്. ദൈവം അറിഞ്ഞു കൊടുത്താണ് പുള്ളിയുടെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കഴിവും. അതായത് ആളുകൾക്ക് ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ പ്രസൻസ് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇത് ലൈഫ് പ്രസൻസ് എന്താ പറയണമെന്ന് എനിക്കറിയില്ല. പ്രസരിപ്പിക്കുന്ന പ്രസൻസ്, ഊർജ പ്രസരം നിലനിൽക്കട്ടെ. ഈ അകൽച്ച എന്ന് പറയുന്ന പുള്ളിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമായിരിക്കാം. പുള്ളിക്ക് തോന്നിയിട്ടില്ല എന്ന് തോന്നാൻ കാരണം ഈ അടുത്തുണ്ട് ഒരു ദിവസം ഞാൻ കളമശ്ശേരി വീട്ടിൽ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുണ്ടാവുള്ളൂ. ഒരു കോളിംഗ് ബെല്ല്. അൻസാർക്ക് ഉണ്ടാ? അവിടുത്തെ ആരോ ഒരു അൻസാർക്ക് ഉണ്ടാ എന്ന് ചോദിച്ചാൽ അയ്യോ ഇതാരാണ് ചോദിച്ചാൽ വന്ന് ഡോർ വന്നു. നോക്കോട്ട് മമ്മൂട്ടിയാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. വിശ്വസിക്കാൻ തോന്നണ്ട. പകല് വിശ്വസിക്കാൻ തോന്നണ്ട. ഇതിനിടയ്ക്ക് അതിന് സമയം കണ്ടെത്തും. ഇപ്പോന്ന് വെച്ചാൽ ഇത് കണ്ണൂർ സ്ക്വാഡിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്നാണ് വന്നത്. അതായത് തൊട്ട് പുറകിൽ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, പുകാക ഷർഫൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലല്ലോ, രണ്ടുപേരും കൂടെ വന്നത്. അപ്പൊ എന്നെ ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടി ഞാൻ പുള്ളി ചെയ്ത്. ഇത് ആരാണ് ഈ ചെയ്തത്? മലയാളത്തിന്റെ ഇന്ത്യയുടെ അറിയപ്പെടുന്ന ഒരു നടൻ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് അൻസാർക്കണ്ട എന്ന് തമാശ കളിച്ച് ചോദിക്കണമെങ്കിൽ എന്നോട് അങ്ങേർക്ക് ദേഷ്യമുണ്ടോ? ഒരിക്കലും. എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതല്ലേ ബുദ്ധിമോശം. ഞാൻ അങ്ങനെ ചോദിച്ചു. ഞാൻ വിചാരിച്ചു എന്നോട് എനിക്കൊന്ന് ദേഷ്യം. പുള്ളി അന്ന് വിഷയം ആക്കുകയില്ല. ഒരു റിയൽ മാനാണ്. ഉള്ളിൽ എന്ത് തോന്നുന്നു അതുപോലെ പുറത്ത് കാണിക്കും. അല്ലാണ്ട് ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറെ കാണിക്കുന്ന സ്വഭാവമില്ല. ഏകദേശം സുരേഷ് ഗോപിയൊക്കെ അങ്ങനെയൊക്കെ തന്നെയുണ്ട്. എനിക്ക് സുരേഷ് ഗോപിനെ കുറിച്ചും നല്ല അഭിപ്രായമാണ്. അതെ, നമ്മുടെ പ്രധാന താരങ്ങളൊക്കെ മെഗാസ്റ്റാറുകളൊക്കെ തന്നെ മലയാളത്തിന് കിട്ടിയ ഭാഗ്യമാണ് ഇവരൊക്കെ, അല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ആളുകളോട് നന്നായിട്ട് പെരുമാറുന്ന ആളുകളാണ്. അടുത്തറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർ പറയും ഒരു ഭയങ്കര ജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. മോഹൻലാലും ഒക്കെ തന്നെ ഷൂട്ടിംഗ് സമയത്ത് ലൈറ്റ് ബോയ്സിനോടും അവരൊക്കെ എന്ത് ഫ്രീ ആയിട്ട് പെരുമാറുന്ന മാതൃകാപരമായ സൗഹൃദം ആണ്. അസമയം മറ്റുള്ള ഭാഷകളിലുള്ള നടന്മാര് ലൈറ്റ് ബോയ്സിന്റെ ആ ഏരിയയിലേക്ക് പോകില്ല, അല്ലേ? ഇവരൊക്കെ മോഹൻലാലൊക്കെ ലൈറ്റ് ബോയ്സിനോടൊക്കെ മിങ്കിൾ ചെയ്ത്, സുരേഷ് ഗോപിയാണെങ്കിൽ അദ്ദേഹം സഹായിക്കുന്ന പോലെ ആരെങ്കിലും സഹായിക്കുമോ എന്ന് എത്ര പേരാണ് എല്ലാവരും മമ്മൂട്ടിനെ സഹായിക്കുന്ന പുറത്തറിയില്ല എന്നുള്ളൂ. അത് മതപരമായിട്ടുള്ള കാര്യമാണ്. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്ന ആരും അറിയാത്തത്. പക്ഷെ സുരേഷ് ഗോപി എത്ര പേരാണ് അദ്ദേഹം സഹായിക്കുന്നത്.
അല്ല മോഹൻലാലിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് മോഹൻലാലിനെ സഹായിക്കുന്നത്. നമ്മൾ അറിയില്ലെന്നുള്ളത് അറിയിക്കില്ല. അനുസരിച്ച് ഞാനിപ്പം എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണ് എപ്പോഴും സമയത്ത് ദിലീപായിട്ട് സംസാരിക്കുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു, റോംബായി അൻസാർക്ക് എന്തു നല്ല അസലായിട്ട് അൻസാർക്ക് എന്ത് രസമായിട്ട് അഭിനയിക്കാന്നറിയോ എന്ന് ചോദിച്ചു. അപ്പൊ കിങ് ലെയറിൽ നിങ്ങളെ കഥാപാത്രം നിങ്ങള് തകർപ്പൻ പ്രകടനം എന്നോടും പറഞ്ഞു അൻസാർക്ക് തകർത്ത്. ഞങ്ങൾ ഈ അടുത്ത് അൻസാർഖാനെ പറ്റി പറഞ്ഞു, ആ റോബിനോടാ പറഞ്ഞത്. അതെ, എന്നോട് പറഞ്ഞത് അത് എനിക്കൊന്ന് നാദൃശ്യക്കുണ്ടായ സമയത്താണെന്ന് തോന്നുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അൻസാർക്ക് നീ വിളിക്കണം അടുത്ത. അപ്പൊ നമ്മൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അത് കേട്ടിട്ടാണ് നാദൃശ തീരുമാനിച്ചത്. നമ്മള് രണ്ടുപേരെയും കൂടെ നാദിർഷ ദിലീപിനെ വെച്ച് ഡയറക്ട് ചെയ്ത പടം ഉണ്ടായിരുന്നല്ലോ, എന്താണ് ആ പടത്തിന്റെ പേര്? കേശു ഈ വീടിന്റെ. അതിന് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു വേഷം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ സീനുകൾ മൊത്തം എന്തോ മാറ്റി ചെയ്തു. അതുകൊണ്ടാണ് അവസാനം നമ്മളെ ഡേറ്റ് ഒക്കെ ചോദിച്ചു വെച്ചിരുന്നു പ്രൊഡക്ഷൻ. റോബിൻ, ഞാൻ ആരെയും അടുത്ത് അങ്ങനെ ചാൻസ് ചോദിച്ചു പോകില്ല. റോബിന്റെ സ്വഭാവം തന്നെ എനിക്കും ഉള്ളത്. ഞാൻ ഒരാളുടെ മുമ്പേ അങ്ങനെ താഴുകയോ ഒരു വേഷം പറഞ്ഞോട്ടാ, സ്ക്രിപ്റ്റ് പറഞ്ഞോട്ടാ. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള മലയാള സിനിമയിൽ ഇപ്പോൾ റോബിനെ എടുത്തിട്ട് പറയുന്നതല്ല, വൊക്കാബുലറി ഉള്ള നല്ല ഭാഷാശുദ്ധിയുള്ള ആളുകൾ 3-4 പേര് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിലൊരാളാണ് റോബിൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോബിൻ്റെ മൂത്ത് നോക്കി ഞാൻ പറയുന്നത് അതൊരു ഇൻസ്പിറേഷനാണത്. നമ്മളത് ഉള്ളിൽ വെച്ച് നടന്നുകൊണ്ട് കാര്യമില്ല. അപ്പം ഞാനൊന്നും വിചാരിക്കാറുണ്ട്, റോബിൻ എന്നിട്ട് അത് ആ കഴിവിന് അനുസരിച്ച് റോബിൻ എന്തെങ്കിലും മുകളിലോട്ട് പോകാത്തതെന്ന് വിചാരിക്കും. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ എന്നോട് ആൾക്കാർ ചോദിക്കുകയെ, ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, പുള്ളി ഇതാണ് കോൺട്രാക്ടറാണ്, ബിൽഡിംഗ് കോൺട്രാക്ടറാണ്, ചെറിയ വീടുകൾ പണിയുക കൊടുക്കുക അങ്ങനത്തെയൊക്കെ പരിപാടി. പുള്ളി എനിക്കെതിരായിട്ടല്ല, പുള്ളി എന്നോട് പറഞ്ഞ്, അൻസാറെ ജയറാമും മമ്മൂട്ടിയൊക്കെ ഇവിടം വരെ എത്തി, അൻസാർ ഇപ്പോഴും ഈ സ്റ്റേഡിയത്തിൽ വന്നിരിക്കണമല്ലോ. ഞാൻ നടക്കാൻ പോകുമ്പോൾ അവിടെ ഇരിക്കാറുണ്ടേ. ഞാൻ ഉടനെ ചോദ്യം, ഈ സ്കൈലൈനും അബാദും ഒക്കെ ഭയങ്കരമായിട്ട് വളർന്നു പോയല്ലോ, നിങ്ങളെന്തേ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ പണിത് കിടക്കുക? ഇത്രയുണ്ട് മുഖം. ആൾക്കാരിങ്ങനെയല്ല, മറ്റുള്ള ആളുകളിലേക്ക് എത്തി നോക്കാനാണ് അവർക്ക് താല്പര്യം. അൻസാറേ, നമ്മള് സൗഹൃദത്തെ കുറിച്ച് മമ്മൂക്ക മുതലിങ്ങോട്ട് വളരെ വിപുലമായിട്ടുള്ള വലിയൊരു സൗഹൃദ ശൃംഖല സ്വന്തമായുള്ള ഒരാളാണ്, സിനിമയിലും സിനിമയ്ക്ക് പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതില് ഓർക്കേണ്ട ചില സൗഹൃദങ്ങളുണ്ട്. നമ്മുടെ കൂടെ ഇന്നില്ലാത്ത ഡയറക്ടർ സിദ്ദിഖ് ലാലില് സിദ്ദിഖ് അൻസാറിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, ഒരു സുഹൃത്തായിരുന്നു സിദ്ദിഖ്. അതേപോലെ മറ്റൊരു വലിയ സുഹൃത്തായിരുന്നു സൈനുദ്ദീൻ, അല്ലേ? അപ്പൊ ഈ രണ്ടുപേരെയും എങ്ങനെയാണ് ഓർക്കുന്നത്? രണ്ടുപേരും ചിരിയുടെ പര്യായങ്ങളാണ്. അതായത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് ചിരിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ടുപേരുടെയും തമാശകൾ കേട്ടിട്ടാണ്. ഉരുളക്കുപ്പേരി എന്ന പോലെ മറുപടി നൽകുന്ന ആളാണ് സൈനുദ്ദീൻ. സിദ്ദീഖ് എന്ന് പറയുന്നത് സിറ്റുവേഷന് യോജിച്ച തമാശയെ അവൻ പറയുമായിരുന്നു. ഒരു മോശം തമാശ ഇന്ന് വരെ സിദ്ദീഖ് പറഞ്ഞു കേട്ടിട്ടില്ല. ഈ മോശം തമാശ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് അറിയാമോ? കല്യാണ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാരുണ്ട്, നല്ല പോളിംഗ് ആണല്ലോ, അവരുടെ ഓർമ്മ ഭയങ്കര തമാശയാണെന്നാണ്. അങ്ങനെയുള്ള തമാശയൊന്നും സിദ്ദീഖ് നിലവാരമില്ലാത്ത തമാശകൾ സിദ്ദീഖ് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖയുടെ എന്റെ ഗുരുനാഥൻ കൂടിയാണ്, അദ്ദേഹത്തിന്റെ നിലവാരമുള്ള ഓർത്തിരിക്കുന്ന തമാശകൾ എന്തെങ്കിലും? അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ വാപ്പാടെ നിലവാരമുള്ള തമാശകളാണ് ഓർത്തിരിക്കുന്നത്. പിന്നെ അയ്യോ, അതാണ് സിദ്ദീഖിന് കിട്ടിയത്, ആ ജീനാണ്. അതായത് സിദ്ദീഖിന്റെ വാപ്പ അല്ല എന്ന് വെച്ചാൽ സിദ്ദീഖിന്റെ തമാശകൾക്ക് നിലവാരമില്ല എന്നല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ, നിലവാരം ഉണ്ടെന്നുള്ളത്. സിദ്ദീഖിന്റെ വാപ്പ സിദ്ദീഖിന്റെ പെങ്ങൾക്ക് കല്യാണാലോചന വന്നു. കേട്ടിട്ടുണ്ടോ റോബി? ഞാൻ പറഞ്ഞു കാണുമെന്നറിയില്ല. ഒരു കല്യാണ ആലോചന വന്നു സിദ്ദീഖിൻ്റെ പെങ്ങൾക്ക്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഞാനക്കൂടെ മറ്റോണം തോന്നുന്നു പെണ്ണിനെ വീട്ടിൽ പോയി. അപ്പം ബ്രോക്കറും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം സംസാരിച്ചൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ചെക്കൻ്റെ വാപ്പ ചോദിച്ചു, സ്ത്രീധനമാണല്ലോ ഉദ്ദേശം. അപ്പോൾ പുള്ളി നിങ്ങളെന്ത് കൊടുക്കും എന്ന് ചോദിച്ചു. അവൻ ഉടനെ സിദ്ദീഖിൻ്റെ വാപ്പ, ഞാൻ കൊടുക്കണത് ചോറും മീൻ കറിയാണ്, നിങ്ങൾ അത് തന്നെ കൊടുത്താൽ മതിയാവുമെന്ന്. അതിനുള്ളിൽ വലിയൊരു കാര്യമുണ്ട്. കറക്റ്റ് ഉത്തരവല്ലേ പുള്ളി കൊടുത്തത്? നിങ്ങൾ എന്ത് കൊടുക്കൂന്നല്ലേ ചോദിച്ചത്? പുള്ളി ചോറും മീൻകറിയാ കൊടുക്കുക. 4 നേരം ഭക്ഷണം ഉറപ്പാണ്, നിങ്ങളും അത് തന്നെ കൊടുത്താൽ മതിയെന്നല്ലേ? അതാണ് സിദ്ദീഖിന്റെ ജീവിതത്തിലും. സിദ്ദീഖ് എന്ന് പറഞ്ഞാല് അവന് ചിലപ്പോൾ മറ്റേ ആള് ഇത്തിരി ഡീഗ്രേഡ് ചെയ്യപ്പെടുമായിരിക്കാം, പക്ഷെ അതൊന്നും നോക്കൂല, പെട്ടെന്ന് പറഞ്ഞു പോകും.
പക്ഷെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടാലും നമുക്ക് അവനോട് ദേഷ്യം തോന്നില്ല. അങ്ങനത്തെ ഒരു തമാശ ഞാൻ സിദ്ദീഖിനോട് കഥകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സിദ്ദീഖിനോട് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കഥകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് യാത്രകളിലാണ്, പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയിലാണ്. ഇരിക്കുമ്പോൾ ഇങ്ങനെ മരങ്ങൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും, പാഞ്ഞുകൊണ്ടിരിക്കും, കഥകളിലേക്ക് പോകും. അങ്ങനെ പല കഥകളുണ്ടായി. പിന്നെ എനിക്ക് കഥ വരുന്നത് ലാറ്ററിൽ പോകുമ്പോഴാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ സിദ്ദീഖ്, എടാ അങ്ങനെയാണെങ്കിൽ നീ ഇനി മേലാ ലാറ്ററിൽ പോവല്ലേ ഏട്ടാ, അത് കഥ വരും. അങ്ങനെ കുറെ നല്ല നിങ്ങള് കലാഭവന്റെ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന സമയത്തുള്ള ഒട്ടനവധി ഓർമ്മകൾ ഉണ്ടാവും. അയ്യോ പിന്നെ 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 അത്തരത്തിലുള്ള മുഹൂർത്തങ്ങളും ഓർത്തിരിക്കുന്ന മുഹൂർത്തങ്ങൾ ചിരിക്കാനോ. ഒരു പ്രാവശ്യം കോഴിക്കോട് ഞാൻ സിദ്ദീഖ് ആരൊക്കെയാണെന്ന് ഓർമ്മയില്ല, ജയറാം, പ്രസാദ് ഉണ്ട് എന്തായാലും. പ്രസാദ് ഉണ്ടെന്ന് പറയാൻ കാരണം പ്രസാദാണല്ലേ കഥാപാത്രം. ഞങ്ങൾ ടാഗോർ സെമിനറി ഹാളിൽ പോയി ബോംബിട്ടു. ഭയങ്കര ബോംബായിട്ട് ഭയങ്കര ഇഷ്ടമായി സംഘാടകരൊക്കെ. അന്ന് നമ്മൾ തുടങ്ങി വരുന്ന കാലമാണ് 82 കാലഘട്ടം, 81 തുടങ്ങി 82 നമ്മൾ അതിൻ്റെ പീക്ക് ടൈം. കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ ജനം സൂപ്പർ സ്റ്റാർസ് ഇറങ്ങണ മാതിരിയാണ് ടെമ്പോ ഒന്ന് വേർത്തൊലിച്ച് ഇറങ്ങണത് നമ്മള്. മനസ്സിലായോ? ഒരു ജുബ്ബ ഉണ്ടാവും കയ്യിൽ, പിന്നെ വന്ന് സ്പീക്കർ വെക്കലും ഇത് വെക്കലും. നമ്മളെ അശോകൻ ഇടയ്ക്ക് അശോകൻ ഉണ്ടാവും. കുറേ ഇടക്കാലത്താണ് അശോകൻ വന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഈ മിമിക്രി താരങ്ങൾ തന്നെയാണ് ഈ സ്പീക്കറൊക്കെ ഇറക്കണത്, പൊക്കിക്കൊണ്ടേക്ക് വരുന്നതും ഒക്കെ. അപ്പം എനിക്ക് പൈസ വാങ്ങിക്കലാണ് പണി ഈ സംഘാടകർ. അതെ അതെ. അപ്പോൾ ഈ പരിപാടി ഭയങ്കര വിജയമായി കഴിഞ്ഞ് അപ്പോൾ കോഴിക്കോട് ഞങ്ങൾ സ്ഥിരം പോയി വരുമ്പോൾ ബേപ്പൂര് ഒരു ജംഗ്ഷനിൽ നല്ല ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു കടയുണ്ട്. ഈ സപ്പോട്ട ജ്യൂസൊക്കെ കിട്ടും, ഭയങ്കര ഉഗ്രൻ അലുവ, കോഴിക്കോട് അലുവയൊക്കെ കിട്ടാൻ ബേക്കറി ഉണ്ട്. അപ്പം നമ്മുടെ പ്രസാദ് താരതമ്യേന കാശി ചിലവാക്കാൻ ഇത്തിരി മടിയനാണ്, പിശുക്കൻ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം ഞങ്ങളൊക്കെ 100 രൂപ കിട്ടുമല്ലോ, ലാവിഷല്ലേ. അന്ന് പെട്രോൾ 10 രൂപയുള്ളൂ. ഷാൻസിൽ സിനിമക്ക് പോയാൽ 5 രൂപയുള്ളൂ, 15 രൂപ, ബാക്കി 85 രൂപ പിന്നെയുണ്ട്. അപ്പോൾ അതാണ് 100 രൂപ നല്ല വിലയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കയറി ബേക്കറിയിൽ നിന്ന് ജയറാം കയറി 2 കിലോ അലുവ, സിദ്ദീഖ് 2 കിലോ, ഞാനും 2, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 1.5 കിലോ ഒക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ പ്രസാദ് ഒന്നും വാങ്ങിക്കാണ്ട് മാറിയിരിക്കണേണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രസാദ് നീ വാങ്ങിക്കല്ലേ? ഇല്ലടാ അമ്മക്ക് ഡയബറ്റീസാണ്, അതുകൊണ്ട് ഇപ്പോൾ മധുരം കഴിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഓ ശരി, എന്താ ചേട്ടന്മാർക്ക് കൊടുക്കല്ല, ചേട്ടന്മാർക്ക് അലുവ ഇഷ്ടമല്ലടാ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ലാവിഷായിട്ട് അലുവ വാങ്ങിച്ച് കാശ് കൊടുക്കാൻ നേരത്തെ സംഘാടകർ വന്നിട്ട്, ഏയ് ഇത് ഞങ്ങളുടെ വകയാണ്. പ്രസാദിന്റെ മുഖം കാണണം. അപ്പൊ കയറി പറയാൻ പറ്റുമോ അമ്മക്ക് ഇഷ്ടമുള്ള, അമ്മക്ക് ഡയബറ്റീസ് ഇല്ല, ചേട്ടന്മാർക്ക് ഇഷ്ടമുള്ളതല്ലോ പറയാൻ പറ്റുമോ? അങ്ങനത്തെ നിസ്സാരമായ എന്നാൽ വലിയ ചിരി വരുന്ന തമാശകൾ ഒരുപാട് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടേക്ക് നിങ്ങൾ ഈ ചങ്ങനാശ്ശേരി സൈഡിലൂടെ, കോട്ടയം സൈഡിലൂടെ പോയ ഒരു കഥ എന്നോട് അൻസാർ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. അത് രാത്രി ഇറങ്ങുമ്പോൾ വാഴക്കൊല എന്തോ, അത് ഒരുപാട് ഇന്റർവ്യൂവിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖും ലാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ കോട്ടയത്ത് പരിപാടി പോയി, മാമാപ്പിള ഹാളിൽ പോയി ടെമ്പോന്നി സാധനങ്ങളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഒരു സാധനം ലാല് തോട്ടം വെച്ച്, എന്താ അറിയോ, വെൽക്കം ബോർഡ് വെക്കും, അതിൻ്റെ കൂടെ വാഴ കൊല വെക്കും. വാഴ അതിൽ കൊലയുണ്ടാവും, കൊലച്ച കൊല. അത് തന്നെ. ഇത് ലാലിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. പരിപാടിൻ്റെ ഇടയിൽ ഇവൻ ചെന്ന് സെക്രട്ടറിനെ കണ്ട് ചട്ടം കെട്ടി വെച്ച്, അവന് ഇത് ചട്ടം കെട്ടി വെച്ച് പരിപാടിയും കഴിഞ്ഞ് കൊല അവന് കിട്ടി. ഇത് ഞാനൊന്നും അറിയണല്ല, ഇവൻ അടിപ്പെട്ട മോൻ്റെ പുറകിൽ കൊണ്ട് വെച്ച് എറണാകുളത്ത് വന്നിറങ്ങി എല്ലാവരും അവരുടെ വീട്ടിൽ പോയി. ഞാൻ പോയി കിടന്ന് വീട്ടിൽ ഉറങ്ങുമ്പോൾ സൈനിധീൻ്റെ ഫോൺ, സാറേ സിദ്ദീഖിനെ ലാലിനെ പോലീസ് പിടിച്ച്. ഞാൻ പറയാം എന്തു പറ്റി? അവരെന്താണെന്നറിയില്ല, പോലീസ് പിടിച്ചിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞാൽ സ്കൂട്ടർ എടുത്ത് വന്നപ്പോൾ സംഭവം എന്താ പറയുക, 2 കൂടെ കളസൗട്ട് കഴിഞ്ഞാണ്. ഇവർ കലാഭവനിലെ പരിപാടിയും കഴിഞ്ഞ് വന്ന് ഞാൻ സ്കൂട്ടർ എടുത്ത് പോന്ന്, സൈനിധീന ഓട്ടോറിക്ഷ വീട്ടിൽ പോയി, എല്ലാവരും പോയി. ഇവന്മാർ 2 കൂടി വാഴക്കൊലയും തോർത്തിട്ടിട്ട് പാതിരാക്ക് 2:30 മണിക്ക് വാഴക്കൊലയെ കയ്യിൽ ഇതും 2 കോലം കണ്ടാലും പേടിയാവില്ല. ലാലിനെയൊക്കെ കണ്ടാൽ തൻ്റെ ഒരു കള്ളൻ്റെ ലുക്കാണ് അന്നത്തെ കാലത്ത്. ഇതുമായിട്ട് പറയുകയാണെങ്കിൽ പോലീസ് ജീപ്പ് വന്ന്, എന്താണ് എവിടെ പോണ്? ഞാൻ വീട്ടിലേക്ക് പോകണം സാറേ. ഇതെന്താണ്? വാഴക്കൊല. ഇതെവിടെ നിന്നാണ്? അത് മിമിക്രി കഴിഞ്ഞ് കിട്ടിയത്. മിമിക്രി കഴിഞ്ഞിട്ട് കിട്ടുന്ന വാഴക്കൊലയാ? കേരള വണ്ടിയിലേക്ക് തന്നത്? ഇല്ല സാറേ, ഇത് വാഴക്കൊല ഞങ്ങള് കോട്ടയത്ത് നിന്ന് പരിപാടിയായിട്ട് കിട്ടിയത്, കേരള വണ്ടിയിലേക്ക് തന്നത്. നോള പറയണമെന്ന് മനസ്സിലായല്ലോ ഇവർക്ക്.
പോണ വഴിക്ക് ചായ കുടിക്കാൻ വേണ്ടി അവർ ആ പുട്ട് ഹൗസിലായിട്ട് ഇറങ്ങിയാണ്. ഇറങ്ങിയപ്പോൾ ചായ അടിക്കണേക്കാ ഇത് നമ്മൾ ഇസ്മാലിക്കാൻ അവൻ സിദ്ധിക്കാനുള്ള എന്താണിത് അറിയോ ഇവര്? പിന്നെ ഇവര് മ്യൂക്രിക്കാരില്ലേ, നീ പറഞ്ഞ സത്യമാടാ, എന്നാലും ആ സ്റ്റേഷനിലേക്ക് പോയിട്ട് വിടുള്ളൂ പാട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മിമിക്രി കഴിഞ്ഞിട്ട് കിട്ടിയതേ വാഴക്കൊല തേങ്ങാക്കൊല ഉണ്ടായിരുന്നു. തേങ്ങാക്കൊല ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ സ്റ്റേജിലും തമാശ, ജീവിതത്തിലും തമാശ. അങ്ങനെ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. സംവിധായകൻ സുനിൽ വരുന്നു. ആദ്യത്തെ സിനിമ മാനത്തക്കൊട്ടാരം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. 30 വർഷമായി. ഞാൻ ഏതാണ്ട് 24 സിനിമകളും ചെയ്തതിൽ എഴുതിയതിൽ 20 സിനിമകളും ഹിറ്റാണ്. അതായത് ഒരു 90% മേലെ ഹിറ്റുകളാണ് സിനിമകൾ. നമ്മൾ ഒരാളുടെ അസൂയ തോന്നിയാൽ നമ്മൾ താഴത്തേക്ക് പോകും. മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് നിങ്ങൾ മേലോട്ട് നോക്കുക, ഉത്കർഷേച്ഛ വേണം, അംബീഷ്യസ് ആയിരിക്കണം. പക്ഷേ ഞാൻ മറ്റേയാളായില്ലല്ലോ എന്നുള്ള ചിന്ത പാടില്ല, താഴേക്ക് നോക്കുക. പലപ്പോഴും ഞാൻ ദിലീപിനോട് സംസാരിക്കുമ്പോൾ അൻസാറിന്റെ കാര്യം പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് പോലും അയാൾക്കുണ്ടാവുന്ന നിങ്ങളുടെ ഒരു ബഹുമാനം, ശ്വാസം നിലക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു തോന്നൽ വന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. കരച്ചില് നിന്നുപോയ അവസ്ഥ. നടക്കാൻ പറ്റൂല എന്ന് എനിക്കറിയില്ല. എങ്ങനെയോ നടന്ന് ഞാൻ സ്റ്റേജിലെത്തി. ഞാൻ ചെന്ന് അനൗൺസ് ചെയ്യുന്ന സദസ്സിന് സ്വാഗതം, ഞങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നെ തമാശയിലേക്ക് അങ്ങോട്ട് കയറി കളിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കും ചാപ്ലിനെ ഓർത്തുപോയി എന്ന് പറയാൻ കാരണം അതാണ്.